So here is what I ate in a day featuring കോഴിക്കോട്. ഇങ്ങനെ ക്ലാസ്സിന്റെ ഫസ്റ്റ് ഡേയ്സ് ലഞ്ചിന് നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചിക്കൻ കറി, സാലഡ്, ചിക്കൻ ഫ്രൈ, കോളിഫ്ലവർ, അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. അതായത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയ കൂന്തൽ നിറച്ചതും കല്ലുമ്മക്കായും അതും ഇതൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാനൊരു എഗ് ബജിയും പിന്നെ ഒരു ഐസ്ക്രീമാണ് കഴിച്ചത്. അങ്ങനെ ഡിന്നർ ഞങ്ങൾ അൽത്താസ് എന്ന് പറയുന്ന നല്ല ഷവർമ അയച്ച് അങ്ങനെ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നല്ല മുരിഞ്ഞ വടയും പിന്നെ മസാല ദോശ ആട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. ഉച്ചയ്ക്ക് സെയിം മെനു ആണ്. അത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുള്ളൂ. ആൻഡ് ഫൈനലി നമുക്ക് വല്ല ഐസ്ക്രീമും അല്ലെങ്കിൽ വല്ല പുഡിംഗ് ഒക്കെ. ക്ലാസ് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. നേരെ സൂഫി മന്തി പോയിട്ട് ഒരു മന്തിയും കഴിച്ചിട്ട് അങ്ങോട്ട് കലാസാക്കാന്നുള്ള ഒരു രീതിയിലായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് മെക്സിക്കൻ മന്തിയാണ്. നല്ല കിടിലൻ ടേസ്റ്റ്. തേർഡ് ഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത് നമ്മുടെ കോഴിക്കോടുള്ള പാരഗണിലേക്കാണ്. അവിടെ എത്തിയിട്ട് നല്ല ചൂട് വെള്ളപ്പും മുട്ടക്കറിയും കടലക്കറിയും ഒക്കെ പറഞ്ഞു. അതായിരുന്നു ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. സംഭവം പറയാണ്ടിരിക്കാൻ വയ്യ, ഇതുവരെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ദ ബെസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്ലാസ്സിന് പോയ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു വാട്ടർമെലൻ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് സെയിം മെനു ആണ്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഓൾസോ നമുക്ക് ഒരു ചിക്കൻ സൂപ്പും അവസാനം ഒരു ഐസ്ക്രീമും കിട്ടി. പിന്നെ രാത്രിക്ക് ഞങ്ങൾ പോയത് നേരെ സംഗീത് കോർണറിലുള്ള നല്ല ബെസ്റ്റ് ഫലൂദ ഓഫ് കോഴിക്കോട് കഴിക്കാനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് ലവ്ലേക്ക്. അവിടെ നിന്ന് ഞങ്ങൾ നല്ല ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അവരുടെ ഫുഡിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ സർവീസ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇത്തോത്ത് എന്നെങ്ങാണ്ട് പറഞ്ഞ ഒരു കടയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ട് നല്ല ഇടിയപ്പവും നല്ല ബീഫ് ഫ്രൈയും പറഞ്ഞു. അവിടെ മുട്ടയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം എന്തൊരു മുട്ടക്കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തിൻ്റെയോ ഇൻട്രസ്റ്റിംഗ് കറിയായിരുന്നു. അങ്ങനെ അത് തിരിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും ബീഫ് ഫ്രൈ. ചെക്ക് പിന്നെ സെയിം മെനു തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ഇപ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്നു നല്ല ക്രീമി ചിക്കൻ സൂപ്പും പിന്നെ ഐസ്ക്രീമാണ്. അങ്ങനെ 4 ദിവസത്തെ കോഴിക്കോട് യാത്രയിൽ ഞാൻ ഇത്രയൊക്കെയാണ് കഴിച്ചത്.